നമസ്കാരം. കൂട്ടക്ഷരങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ മനോഹരമായ ഒരുപാട് ബ്ലോഗുകളും കഥകളും എല്ലാം ലഭ്യമാണ്. എന്നാലും നമുക്ക് പുസ്തകത്തോടുള്ള പ്രേമം ഒരിക്കലും അവസാനിക്കില്ലല്ലോ. അപ്പോൾ പുസ്തകപ്രേമി എന്ന ഈ പുതിയ പങ്ക്തിയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ കുറച്ച് പുസ്തകങ്ങൾ അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ വായിച്ചിട്ടുള്ള, എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ തന്നെ എഴുത്തുകാരനായ അജിത് വള്ളോലിയുടെ ഈ പുസ്തകമാണ്. ഏതോ നാട്ടിലെ ആരൊക്കെയോ ചിലർ. കൈരളി ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിൽ ജനനം, കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസവും, കോയമ്പത്തൂർ ശ്രീനാരായണ ഗുരു കോളേജിൽ നിന്ന് ബിരുദവും, CBM കോളേജിൽ നിന്ന് MBAയും നേടി ഇപ്പോൾ ദുബായിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ചെറുകഥകളാണ് മുഖ്യരചനകൾ. കൂടാതെ ഹ്രസ്വചിത്ര തിരക്കഥാ രചനയും അഭിനയവും ഇഷ്ടമേഖലകൾ. സമ്മർ വൈൻ എന്ന ഹ്രസ്വചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ കഥയും ലേഖനങ്ങളും എഴുതുന്നു. അജിത് വള്ളോലിയെ ഫേസ്ബുക്കിലുള്ളവർക്ക് പലർക്കും അറിയാമായിരിക്കും. പ്രത്യേകിച്ചും എഴുത്തുകാരുടെ ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിട്ടുള്ള ഒരു പ്രൊഫൈൽ തന്നെയാണ്. അപ്പോൾ അജിത്തിന്റെ പാലക്കാടൻ പശ്ചാത്തലത്തിലുള്ള ഈ പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥയുടെ കുറച്ച് ഭാഗം ഞാൻ വായിക്കുന്നത്. 500 പറയ്ക്ക് കണ്ടമുള്ള കളത്തിലെ വീട്ടിലെ ദേവകിയമ്മയുടെ മകൻ ഉണ്ണികൃഷ്ണന് ചോദ്യ നക്ഷത്രക്കാരിയും ഒറ്റ മകളും വടക്ക് ദേശത്ത് നിന്നുള്ളവളുമായ ഒരു പെണ്ണുമായി മാത്രമേ കല്യാണം കഴിപ്പിക്കാവൂ എന്ന് പണിക്കർ പ്രഖ്യാപിച്ച ശേഷം ദേവകിയമ്മയ്ക്ക് ഉള്ളിലൊരു ആന്തലാണ്. പണിക്കർ പറഞ്ഞതിന്റെ 3-ാം നാൾ കണ്ണൻ നായരുടെ സൈക്കിൾ കളത്തിലെ വീട്ടിന്റെ മുറ്റത്ത് സ്റ്റാൻഡിട്ട് നിന്നു. എന്തായി കണ്ണോ, മിനിങ്ങാന്നാള് ഞാൻ പറഞ്ഞതുപോലത്തെ കുട്ടീനെ കിട്ടുവോ എവിടെന്നെങ്കിലും? കണ്ണൻ നായർ മുണ്ടുമടക്കി കുത്തി തന്റെ കൊട്ടയിൽ നിന്നും ഒരു കടലാസ് എടുത്തു. പിന്നില്ലാണ്ട്, ഇതാ നോക്കി, ചോദിക്കാരി, സ്കൂൾ ടീച്ചറാണ്, നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ചേരണ കൂട്ടരാണ്. പിന്നെ പണ്ടവും കണ്ടവും ഒക്കെ എല്ലാ പണ്ടാരങ്ങൾക്കും കിട്ടും. പക്ഷെ കളത്തിലെ വീട്ടിലെ കുട്ടിക്ക് പെണ്ണ് നോക്കുമ്പോൾ ഒരു വണ്ടിയും കൂടെ ചോദിക്കണം കേട്ടോളെ. കളത്തിലെ വീടിന്റെ വേലിപ്പള്ളയുടെ പിന്നിലാണ് ശാരദമ്മയുടെ വീട്. 3 സെന്റ് പുരയിടത്തിലെ ചാണകം മെഴുകിയ കോലായിലുള്ള ഒറ്റ മുറി വീടും ഒരു പുളിമരവുമാണ് അതിലെ ജംഗമ വസ്തുക്കൾ. നായരുടെയും ദേവകിയമ്മയുടെയും കൂട്ടം കേട്ട ശാരദയമ്മ തെങ്ങോല കീറി പച്ചയീർക്കില വേർപ്പെടുത്തുന്നതിനിടയിൽ കയ്യിലൊരു കത്തിയും 5-6 ഓലത്തുണ്ടുകളുമായി കടന്നു വന്നു. മൂത്താരെ, എന്റെ മകളിന്റെ കാര്യം കൂടി നോക്കണം കേട്ടോളേ. ഓ നോക്കാം, പെണ്ണിനോട് കുറച്ചു ദിവസം മിണ്ടാണ്ട് വീട്ടിലിരിക്കാൻ മാത്രം പറയേ നിങ്ങ. കണ്ണൻ അതും പറഞ്ഞുകൊണ്ട് ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു. ശാരദ തല താഴ്ത്തി വീടിനകത്തേക്ക് നടന്നു. ഇതൊക്കെയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ ഇല്ലാത്ത വീട്ടിലെ പെമ്പിള്ളേര് പഠിക്കാൻ പോയാലുള്ള ഓരോ കുണ്ടാമണ്ടികൾ. നമ്മുടെ കൂട്ടരെ പോലെയുള്ളവർക്ക് കുഴപ്പമില്ല. ഈ ചട്ടിയും ചാളപ്പാത്രവും കൊണ്ടിരിക്കുന്ന വീട്ടിലെ പെമ്പിള്ളേര് പഠിക്കാന്ന് പറഞ്ഞുകൊണ്ട് പോണതൊക്കെ ഇതിന് തന്നെ. വല്ല ചെക്കന്മാരുടെയും കൂടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കും. തള്ളയും തന്തയും ഇങ്ങനെ കിടന്ന് ചീരും പാരും അഴിയും. അത് കേട്ട് ദേവകിയമ്മ കവിളത്ത് കൈവച്ച് വാ തുറന്ന് കഷ്ടം കാണിച്ചു. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. മനോഹരമായ പാലക്കാടൻ ശൈലികളും കഥാപരിസരവും ഒക്കെയുള്ള ഒരു ചെറുകഥാ സമാഹാരമാണ് ഏതോ നാട്ടിലെ ആരൊക്കെയോ ചിലർ. പ്രശസ്ത എഴുത്തുകാരി ഇന്ദു മേനോനാണ് ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. നോവൽ മുറിഞ്ഞ കഥയായ കഥ എന്നാണ് ഇന്ദു മേനോൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത്. ഈ പുസ്തകം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു പുസ്തകവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.